എന്തൊക്കെയായിരുന്നു സുധാകരേട്ടൻ അധ്യക്ഷനാകുന്നു എന്ന് പറഞ്ഞപ്പോ കോൺഗ്രസുകാർ ഉണ്ടാക്കിയ ഓളം. ചിലരൊന്നുമല്ലായിരുന്നു കോൺഗ്രസുകാരുടെ ആവേശം. ഇത്രത്തോളം ആഘോഷമാക്കിയ ഒരു കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനലബ്ധി വേറെ ഏതുണ്ട്? 2021 സുധാകരേട്ടൻ കെ പി സി സി അധ്യക്ഷനായി എന്നുള്ള വാർത്ത കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കിയ ഓളം അത്ര ചെറുതല്ല. സ്ഥാനം ഏറ്റെടുക്കാൻ സുധാകരൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു. വഴിനീളെ താലപ്പൊലി, സ്വീകരണം, വടക്കുന്ന് തെക്ക് വരെ ലൈവോട് ലൈവ്, വഴിനീളെ ഫ്ലെക്സുകള്, ഗർജനത്തോടെ സുധാകരേട്ടന്റെ ഫോട്ടോയോടൊപ്പം സിംഹങ്ങൾ അണിനിരക്കുന്നുണ്ടായിരുന്നു. ഇന്ദിരാഭവനിലേക്കുള്ള വരവൊക്കെ എന്തൊരു എടുപ്പോടെ ആയിരുന്നു. വിജയനെ താഴെ ഇറങ്ങിയിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് സുധാകരേട്ടൻ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസുകാർ ശരിക്കും ഹർഷ പുളകിതരായ നിമിഷങ്ങളായിരുന്നു. ഒടുവിൽ എന്തായി? പവനായി ശവമായി. പിണറായിയെ താഴെ ഇറക്കാൻ വന്ന 4ാമത്തെ കോൺഗ്രസ് പ്രസിഡന്റാണ് ഇപ്പോൾ പുറത്തു പോകുന്നത്. 2016 പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ കോൺഗ്രസിലെ ആദർശത്തിന്റെ പ്രതിരൂപമായിരുന്ന VM സുധീരനായിരുന്നു പ്രസിഡന്റ്. പാർട്ടിയുടെ പിന്നിൽ നിന്നുള്ള കുത്ത് സഹിച്ച് തുടരുമ്പോഴും ഒരു ആവശ്യവുമില്ലാതെ പിണറായിയുടെ രാജി ആവശ്യപ്പെടുന്നത് സുധീരന് അന്നൊരു ഹോബിയായിരുന്നു. ഒടുവിൽ 2018 കോൺഗ്രസുകാർ തന്നെ എല്ലാവരെയും ഞെട്ടിച്ച് ഇന്ദിരാഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാജി പ്രഖ്യാപനം നടത്തുകയായിരുന്നു സുധീരൻ. സുധീരൻ പോയതോടെ ഗ്രൂപ്പ് വീതം വെപ്പ് പോലെ ഹസൻജി ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. താൽക്കാലിക പ്രസിഡന്റ് ആയതിനാൽ ഐ ഗ്രൂപ്പ് അതിൽ കണ്ണുവെച്ചില്ല. അങ്ങനെ എ ഗ്രൂപ്പുകാരനായ ഹസൻ KPCC അധ്യക്ഷനായി. വിഭാഗീയതയുടെ ലാഞ്ചന പോലും ഇല്ലാത്ത പാർട്ടിയെ നയിക്കുമെന്നൊക്കെ ഹസൻ പറഞ്ഞുവെങ്കിലും മറ്റു പാർട്ടി നേതാക്കളൊന്നും ഹസനെ കാര്യമായി മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. സുധീറിനെ പോലെ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഹസൻ പറഞ്ഞത് കോൺഗ്രസുകാര് പോലും തമാശയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ ഒരു വിലയുമില്ലാതെ ഒരു വർഷമായപ്പോഴേക്കും ആ താൽക്കാലിക അധ്യക്ഷനെ മാറ്റി മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷനാക്കി ഹൈക്കമാൻഡ് തീരുമാനം വന്നിട്ടുണ്ടായിരുന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയെങ്കിലും മുല്ലപ്പള്ളിയെയും പിന്നിൽ നിന്ന് കുത്താൻ മറ്റു നേതാക്കൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. ഇടയ്ക്ക് പിണറായിയെ താഴെ ഇറക്കുമെന്ന് പ്രസംഗിച്ച് നടന്നുവെങ്കിലും കോൺഗ്രസുകാർക്കിടയിൽ പോലും ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2021 പിണറായി സർക്കാർ തുടർഭരണം നേടിയതോടെ മുല്ലപ്പള്ളിക്ക് നിൽക്കക്കള്ളിയില്ലാതെ വരികയായിരുന്നു. അതിനിടെ സതീശനെയും മറ്റും കൂട്ടുപിടിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ KC വേണുഗോപാൽ പിടിമുറുക്കുകയായിരുന്നു. അങ്ങനെ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും വെട്ടി പകരം സുധാകരനെയും VD സതീശനെയും KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാക്കി പ്രതിഷ്ഠിക്കുകയായിരുന്നു. പിണറായിയെ എതിർക്കാൻ ഒരു പടക്കുതിരയെ കൊണ്ടുവരുന്നു എന്നുള്ള മട്ടിലാണ് ഫ്ലെക്സുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെമി കേഡർ എന്നൊക്കെ പറഞ്ഞായിരുന്നു സുധാകരന്റെ വരവ് തന്നെ. KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും ആക്രമികൾക്ക് താങ്ങും തണലുമായിരുന്നു സുധാകരൻ. വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചവരെയും AKG സെന്ററിന് ബോംബെറിഞ്ഞവരെയും ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കലാപകാരികളെയും സുധാകരൻ ചേർത്ത് പിടിക്കുക തന്നെയായിരുന്നു. ഇതിനെല്ലാം പുറമെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അരയും തലയും മുറുക്കി സുധാകരനോടൊപ്പം നിൽക്കുകയായിരുന്നു. പിണറായി വിജയനെ രാജിവെച്ചിട്ടേ ആശാൻ പോകൂ എന്ന് വരെ കോൺഗ്രസുകാർ പറഞ്ഞ് പരത്തുക തന്നെയായിരുന്നു. എന്നാൽ ഇന്ദിരാഭവനിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തുടങ്ങിയ സതീശൻ തന്നെ സുധാകരനെ വെട്ടാൻ വാളുമായി ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പലപ്പോഴും ഇവരുടെ പോര് പരസ്യമാവുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സതീശനെ കാത്തിരുന്ന് വളർത്ത സുധാകരൻ വിളിച്ച തെറി. അതിനിടെ ഒരു വശത്ത് സുധാകരന് സുഖമില്ല എന്നുള്ള നറേറ്റീവ് സൃഷ്ടിക്കാൻ സതീശൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നേതൃമാറ്റ വാർത്തകൾ സജീവമായപ്പോൾ അതിനുള്ള അതൃപ്തിയും സുധാകരൻ പരസ്യമാക്കുക തന്നെയായിരുന്നു. അങ്ങനെ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറല്ല എന്നും സുധാകരൻ വെല്ലുവിളിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. പിണറായിയെ താഴെ ഇറക്കാതെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ച് നടന്ന സുധാകരൻ വെറും സിംഹമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിണറായിയുടെ ഭരണകാലത്ത് പടിയിറങ്ങുന്ന 4ാമത്തെ KPCC പ്രസിഡന്റ് എന്ന നേട്ടവും കൈവരിച്ചാണ് സുധാകരേട്ടൻ കണ്ണൂരിലേക്കുള്ള വണ്ടി കയറിയിരിക്കുന്നത്.